ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഉപദ്രഷ്ടാനുമന്താ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തഃ ദേഹേസ്മിൻ പുരുഷഃ പരഃ. ഈ ദേഹത്തിൽ വിളങ്ങുന്ന പരമപുരുഷനെ സാക്ഷിയെന്നും അനുമതി നൽകുന്നവനെന്നും ഭരിക്കുന്നവനെന്നും ഭോക്താവ് എന്നും മഹേശ്വരനെന്നും പരമാത്മാവ് എന്നുമൊക്കെ പറയുന്നു. മുല്ലവള്ളിക്ക് പടരാൻ തേന്മാവ് വേണം. എന്നാൽ മുല്ലവള്ളിയുടെ പ്രകൃതത്തിനോട് തേന്മാവിന് യാതൊരു ബന്ധവുമില്ല. അതുപോലെ പുരുഷൻ ഉദ്ധതമായി നിന്ന് പ്രകൃതിയെ താങ്ങി നിർത്തുന്നു. അതേസമയത്ത് പുരുഷൻ്റെയും പ്രകൃതിയുടെയും സ്വഭാവം തമ്മിൽ ഭൂമിയും ആകാശവും പോലെ വ്യത്യസ്തമാണ്. പ്രകൃതിയാകുന്ന നദിക്കരയിൽ നിൽക്കുന്ന മഹാമേരു പർവ്വതമാണ് പുരുഷൻ. പർവ്വതത്തിൻ്റെ നിഴൽ നദിയിൽ പ്രതിഫലിക്കുമെങ്കിലും അതിനെ ഒഴുക്കിക്കൊണ്ടുപോകുവാൻ നദീപ്രവാഹത്തിന് സാധ്യമല്ല. പ്രകൃതി ഉണ്ടാവുകയും അഴിയുകയും ചെയ്യുന്നു, പക്ഷേ പുരുഷൻ ശാശ്വതമായി നിലനിൽക്കുന്നു. ആകയാൽ അവൻ സൃഷ്ടിജാലങ്ങളിലെ ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള എല്ലാറ്റിൻ്റെയും ഭരണകർത്താവാണ്. പ്രകൃതി പുരുഷൻ ഹേതുവായി മാത്രം നിലനിൽക്കുകയും അവൻ്റെ പ്രഭാവത്തിൽ കൂടി മാത്രം ജഗത്തിന് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ പുരുഷൻ പ്രകൃതിയുടെ ഭർത്താവാണ്. അനാദികാലം മുതൽ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രപഞ്ചം ഓരോ കൽപ്പാന്തത്തിലും പുരുഷനിൽ ലയിക്കുന്നു. അവൻ പ്രകൃതിയുടെ നാഥനാണ്. മഹദ്ബ്രഹ്മം എന്നറിയപ്പെടുന്ന പുരുഷൻ പ്രപഞ്ചത്തിൻ്റെ സൂത്രധാരനാണ്. എല്ലാറ്റിലും വ്യാപരിക്കാൻ കഴിയുന്ന അവൻ ലോകത്തിൻ്റെയും ലോകവ്യവഹാരങ്ങളുടെയും മൂല്യം നിർണയിക്കുന്നു. എല്ലാ ശരീരത്തിലും വസിക്കുന്ന ഇവൻ പരമപുരുഷൻ എന്നറിയപ്പെടുന്നു. പാണ്ഡുപുത്ര, പ്രകൃതിയുടെ പരിധിക്കും അപ്പുറത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പുരുഷൻ ഈ പുരുഷനാണ്. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. ആരാണോ ഇപ്രകാരം പുരുഷനെയും ത്രിഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെയും അറിയുന്നത്, അവൻ ലോക വ്യവഹാരങ്ങളിൽ എങ്ങനെ കഴിഞ്ഞുകൂടിയാലും വീണ്ടും ജനിക്കേണ്ടി വരുന്നില്ല. ഈ പുരുഷൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവൻ ത്രിഗുണങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്നും പുരുഷൻ അതിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുകയാണെന്നും മനസ്സിലാക്കുന്നു. പുരുഷനും പ്രകൃതിയും വസ്തുവും അതിൻ്റെ നിഴലും പോലെയോ ജലവും കാനൽ ജലം പോലെയോ വ്യത്യസ്തമാണെന്ന് ബോധ്യമുള്ളവന് അതിനെ വിവേചിച്ചറിയാൻ കഴിയുന്നു. അങ്ങനെയുള്ളവൻ അവൻ്റെ ശരീരം കൊണ്ട് ഏത് വിധത്തിലുള്ള ലൗകിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും ഭൂമിയിൽ നിന്നുയരുന്ന ധൂളി മാനത്തെ മലിനപ്പെടുത്താത്തതുപോലെ അവൻ അശുദ്ധപ്പെടുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ദേഹമോഹാദികളിൽ താല്പര്യമില്ലാത്ത അവൻ്റെ ദേഹം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പുനർജന്മം ഉണ്ടാവുകയില്ല. ഇപ്രകാരം പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ചറിയുന്ന ജ്ഞാനം ഒരുവന് ആധ്യാത്മിക പുരോഗതിക്കും അലൗകിക നേട്ടങ്ങൾക്കും സഹായകരമായി തീരുന്നു. ഈ വിവേചന ശക്തി നിന്നിൽ ഉണർത്തി നിന്റെ മനസ്സ് സൂര്യനെ പോലെ പ്രകാശിക്കുന്നതിനുള്ള ഉപായങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കുക. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ചിലർ ആത്മാവിനെ, അതായത് പരമാത്മാവിനെ ധ്യാനം കൊണ്ട് തന്നിൽ തന്നെത്താൻ കാണുന്നു. മറ്റു ചിലർ സാഖ്യയോഗം കൊണ്ടും വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ കാണുന്നു. സ്വർണത്തെ അഗ്നിയിലിട്ടൊരുക്കി മാറ്റി കൂട്ടുന്നത് പോലെ ചിലർ ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും മിശ്രിതം വിവേക വന്നിയിലിട്ടൊരുക്കി സൂക്ഷ്മ വ്യത്യാസങ്ങളാകുന്ന 36 അനാത്മ ഗുണങ്ങളെ എരിച്ചു കളഞ്ഞ് ശുദ്ധാത്മാവിനെ മാത്രം ശേഷിപ്പിക്കുന്നു. പിന്നീട് ആത്മധ്യാനത്തിലൂടെ ബോധസ്വരൂപമായ ആത്മാവിനെ ഏകാഗ്രമായ ചിത്തം കൊണ്ട് അവരുടെ, അതായത് സ്വന്തം ആത്മസ്വരൂപത്തിൽ കണ്ടെത്തുന്നു.
മറ്റു ചിലർ അവരുടെ പൂർവ്വകർമ്മ ഫലത്താൽ സാഖ്യയോഗം വഴിയായും കർമ്മയോഗം വഴിയായും പരമാത്മാവിനെ ധ്യാനിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു. അവർ സംസാര സാഗരത്തെ മറികടക്കുന്നു. അന്യേ ത്വേവമജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. ഇപ്രകാരം വ്യക്തമായ അറിവില്ലാത്തവർ അവയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് കേട്ടിട്ട് ഭജിക്കുന്നു. വീണ്ടും വീണ്ടും എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള അവരും മരണത്തെ ജയിക്കുക തന്നെ ചെയ്യും. ഇനിയും മറ്റ് ചിലരുണ്ട്. അവർ എല്ലാ അഹങ്കാരവും ശങ്കയും വെടിഞ്ഞ് അവരുടെ വിശ്വാസം ഗുരു ഉപദേശങ്ങളിൽ അർപ്പിക്കുന്നു. ഗുരു കാരുണ്യവാനും നന്മതിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവനുമാണ്. അദ്ദേഹം ഓരോരുത്തരുടെയും ഹിതാഹിതങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും അന്വേഷിച്ചറിഞ്ഞ് അവയ്ക്ക് പരിഹാരം കാണുകയും അവരെ സന്തോഷവാന്മാരാക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ള ഗുരുവിൻ്റെ വചനങ്ങൾ അവർ വളരെയേറെ ശ്രദ്ധയോടും ബഹുമാനത്തോടും കൂടി ശ്രവിക്കുന്നു. അവരുടെ മനസ്സും ശരീരവും ഗുരുവിനായി സമർപ്പിക്കുന്നു. മറ്റ് ജോലികൾ മാറ്റിവെച്ചിട്ട് പോലും അവർ ഗുരുവിൻ്റെ ഉത്ബോധനങ്ങൾ പാലിക്കുകയും അവരുടെ ജീവിതം തന്നെ ഗുരുശാസനങ്ങൾ നടപ്പാക്കുന്നതിനായി ഉഴിഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ളവരും സംസാര സാഗരത്തെ സുരക്ഷിതമായി കടന്നു കയറുന്നു. ഇങ്ങനെ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗങ്ങൾ പലതുണ്ട്. ശാസ്ത്രങ്ങൾ കടഞ്ഞെടുത്ത് ലഭിച്ചിട്ടുള്ള ഈ മാർഗങ്ങളുടെ ശുദ്ധമായ തത്വം ഞാൻ പറഞ്ഞു തരാം. അത് നിനക്ക് ബ്രഹ്മാനുഭവം നേടിത്തരും. ആ അനുഭവത്തിൽ കൂടി അനായാസേന പരമാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യാം. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അകറ്റി നിർത്തി പരമ്പൊരുളിൻ്റെ കാതലായ സത്യയെപ്പറ്റി അറിയേണ്ട ഉപദേശങ്ങൾ ഞാൻ നിനക്ക് നൽകാം. യാവത് സഞ്ജായത്തെ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞസംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. അല്ലയോ ഭരതകുല ശ്രേഷ്ഠ, സ്ഥാവരമോ ജംഗമമോ ആയ എന്തെങ്കിലും ഒന്നുണ്ടാകുന്നുവോ? അത് ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗം കൊണ്ടാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ക്ഷേത്രജ്ഞനാണെന്ന് നിനക്ക് വെളിവാക്കി തന്നു. ക്ഷേത്രത്തെപ്പറ്റി സമ്പൂർണമായി വിശദീകരിക്കുകയും ചെയ്തു. എല്ലാ സൃഷ്ടിജാലങ്ങളും ക്ഷേത്രജ്ഞൻ്റെയും ക്ഷേത്രത്തിൻ്റെയും സംയോഗം കൊണ്ടാണ് ഉടലെടുക്കുന്നത്. അത് വായുവുമായി സംബന്ധമുണ്ടാകുമ്പോൾ ജലപ്പരപ്പിൽ ഓളങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ്. അഥവാ സൂര്യരശ്മികൾ കൊണ്ട് ചൂടുപിടിച്ച മരുഭൂമിയിൽ മരീചിക സൃഷ്ടിക്കപ്പെടുന്നത് പോലെയോ ഘോര മാരിയേറ്റ് കുതിർന്ന് തണുക്കുന്ന ഭൂമിയിൽ ചെടികൾ പൊട്ടിമുളക്കുന്നത് പോലെയോ ആണ്. അപ്രകാരം പ്രപഞ്ചത്തിലുള്ള എല്ലാ സജീവ വസ്തുക്കളും അത് സ്ഥാവരമോ ജംഗമമോ ആയിരുന്നാലും അത് രൂപം കൊള്ളുന്നത് പ്രകൃതിയുടെയും പുരുഷൻ്റെയും ഉഭയ സംയോഗം കൊണ്ടാണ്. ഇക്കാരണത്താൽ സൃഷ്ടിജാലങ്ങളൊന്നും പ്രകൃതിയോടോ പുരുഷനോടോ സംബന്ധമില്ലാത്തതോ അവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതോ അല്ല. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സ്യ വിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. സ്ഥാവര ജംഗമങ്ങളായ സകല ചരാചരങ്ങളിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്ന പരമേശ്വരനെ, അതായത് പരമാത്മാവിനെ, നശ്വര വസ്തുക്കളിൽ അനശ്വരനായി ഏവൻ കാണുന്നുവോ അവൻ സത്യം കാണുന്നു. നെയ്തെടുത്ത വസ്ത്രം അതുണ്ടാക്കപ്പെട്ടിട്ടുള്ള തന്തുവിൻ്റെ അവസ്ഥയിലല്ല. എന്നാൽ വസ്ത്രം ചക്ഷുഗോചരമാകുന്നത് നൂലിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇതുപോലെയാണ് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഉഭയയോഗം. ഇത് അഗാധമായ ഉൾക്കാഴ്ച കൊണ്ടും വിചാരം കൊണ്ടും അറിയേണ്ടതാണ്. എല്ലാ ജീവികളും ഒരേ ഉത്ഭവസ്ഥാനമായ പരമാത്മാവിൽ നിന്ന് ഉത്ഭൂതമാകുന്നു. അത് ഒരേ വസ്തു കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ സത്യം അനുഭവിച്ചാണ് അറിയേണ്ടത്. ഈ ജീവികൾക്ക് വിവിധ നാമങ്ങളും രൂപങ്ങളും നിറങ്ങളും വേഷങ്ങളും ഉണ്ട്. ഇവയുടെ പെരുമാറ്റവും പല രീതിയിലാണ്. ഈ വൈവിധ്യങ്ങൾ കണ്ട് നിന്റെ മനസ്സ് ദ്വൈതകൽപ്പനയിൽ എത്തിച്ചേരുകയാണെങ്കിൽ
നീ കോടാനുകോടി ജന്മമെടുത്താലും ഈ സംസാര ജീവിതത്തിൽ നിന്ന് മോചിതനാവുകയില്ല. വെള്ളരിയിൽ വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വെള്ളരിക്ക ഉണ്ടാകുന്നു. ലന്തമരത്തിൻ്റെ ശാഖകൾ വളഞ്ഞിരുന്നാലും മരം ഒന്ന് തന്നെയാണ്. അതുപോലെ ജീവികൾ പലവിധത്തിലും ആകൃതിയിലും ഇരുന്നാലും അതിൻ്റെ പൊതു ഉറവിടമായ പരബ്രഹ്മം ഏകീകൃതവും അമിശ്രിതവുമാണ്. വിവിധ തരത്തിലുള്ള അഗ്നിസ്ഫുലിംഗങ്ങളുടെ ചൂട് ഒരേ വിധത്തിലായിരിക്കുന്നത് പോലെ നാനാമുഖങ്ങളായ ജീവജാലങ്ങളുടെ അന്തർഭാഗത്ത് കുടികൊള്ളുന്ന പരമാത്മാവ് ഒരേ ഒരെണ്ണം മാത്രമാണ്. ആകാശത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ചൊരിയുന്ന മാരിയിൽ ഒരേ ഗുണമുള്ള ജലമാണുള്ളത്. അതുപോലെ ജീവജാലങ്ങൾ വിവിധ രൂപത്തിലും ആകൃതിയിലും ആയിരുന്നാലും അതിലെല്ലാം വസിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണ്. മൺകുടവും തപോ മണ്ഡപവും വിവിധ ആകൃതിയിലാണെങ്കിലും അതിൽ നിറഞ്ഞിരിക്കുന്ന ആകാശം ഒന്നു തന്നെയല്ലേ? അതുപോലെ വ്യത്യസ്ത രൂപങ്ങളിലും നിറങ്ങളിലും കാണുന്ന ജീവികളിലെല്ലാം ഒരേ ആത്മാവാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ഠാഭരണങ്ങളും കൈവളകളും വിവിധ ആകൃതിയിലും രീതിയിലും തീർത്തിട്ടുള്ളവയാണെങ്കിലും അതിൽ ഒരേ മാറ്റിലുള്ള സ്വർണം അടങ്ങിയിരിക്കും. ഈ ആഭരണങ്ങളുടെ രൂപം മാറ്റിയാലും സ്വർണത്തിൻ്റെ മാറ്റിന് മാറ്റം ഉണ്ടാവുകയില്ല. അതുപോലെ മായികവും ഭൂമികവുമായ ജീവജാലങ്ങളെല്ലാം നശിച്ചാലും അതിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് അനശ്വരനായി നിൽക്കുന്നു. ജീവജാലങ്ങളുടെ സഹജമായ ഗുണങ്ങളൊന്നുമില്ലാതെ ആത്മാവ് അവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുവെന്നും എന്നാൽ ജീവധർമ്മരഹിതമായ ആത്മാവ് എല്ലാ ജീവികളിലും വ്യാപരിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നവനാണ് ജ്ഞാനി. അവൻ്റെ നയനങ്ങൾ സുനയനങ്ങളാണ്. അവൻ സത്യത്തെ കണ്ടെത്തുന്നു. ഞാൻ വെറുതെ അവനെ സ്തുതിക്കുകയല്ല. അപ്രകാരമുള്ള ഒരുവൻ ഭാഗ്യദേവതയുടെ കണ്ണിലുണ്ണിയാണ്. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരാംഗതിം. എന്തെന്നാൽ സകല പ്രാണികളിലും സമമായി നശിക്കാത്ത രൂപത്തോടു കൂടിയിരിക്കുന്ന ഈശ്വരനെ കാണുന്നവർ തൻ്റെ ആത്മാവിനെ അതായത് തന്നെത്താൻ നശിപ്പിക്കുന്നില്ല. അവൻ അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. വാതപിത്ത കഫങ്ങളാകുന്ന ത്രിദോഷങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ദേഹക്ഷേത്രം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ത്രിഗുണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുന്ന നേർത്ത ഒരു സഞ്ചിയാണിത്. കൂർത്തു മൂർത്ത 5 പുച്ഛങ്ങളോടുകൂടിയ ഒരു തേളിനെ പോലെയാണ് ഇത്. ഇതിനെ പഞ്ചാഗ്നികൾ ചുറ്റി വളഞ്ഞിരിക്കുന്നു. ഈ ശരീരത്തിൽ കെണിയിൽപ്പെട്ടുപോയ സിംഹത്തെപ്പോലെ ആത്മാവ് കുടുങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ആരാണ് ആത്മജ്ഞാനത്തിൻ്റെ കഠാരി കൊണ്ട് അജ്ഞാനമാകുന്ന അനിത്യഭാവത്തിൻ്റെ ഉദരത്തെ അതായത് പ്രകൃതിയെ കുത്തിക്കീറി മായയ്ക്ക് ഒരറുതി വരുത്തി ആത്മാവിനെ ദർശിക്കാൻ മുതിരാത്തത്? എന്നാൽ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് എല്ലായിടത്തും വിളങ്ങുന്ന പരമാത്മാവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ജീവാത്മാവിന് പരമാത്മാവിനെതിരായോ അതിന് മങ്ങലേൽക്കത്തക്കവണ്ണമോ ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അവൻ്റെ ഐഹിക ജീവിതാവസാനത്തിൽ അത് പരമാത്മാവിൽ ലയിക്കുന്നു. കോടാനുകോടി ജന്മങ്ങളിലൂടെ യോഗജ്ഞാന പ്രൗഢി ആർജിച്ച യോഗികൾ അളന്നറിവാനസാധ്യമായ ആ പരബ്രഹ്മത്തിൻ്റെ കയങ്ങളിലേക്ക് കുതിച്ചു ചാടുന്നു. അവിടെ നിന്നും തിരിച്ച് വരവില്ലാത്തതുകൊണ്ട് അവരും തിരിച്ചു വരികയില്ലെന്ന് അവകാശപ്പെടുന്നു. ആ പരബ്രഹ്മം നാമരൂപാദികളിൽ കൊണ്ടറിയപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് അതിവിദൂരമാണ്. അത് ശബ്ദാതീതമായ അനാഹതത്തിൻ്റെ മറുകരയാണ്. അത് തുര്യാവസ്ഥയുടെ പവിത്ര സ്ഥാനമാണ്. മുക്തിയിലേക്കും മോചനത്തിലേക്കും മറ്റുമുള്ള എല്ലാ ലക്ഷ്യങ്ങളും ഗംഗാനദി അതിൻ്റെ സങ്കേത സ്ഥാനമായ സാഗരത്തിലെത്തി മുഴുകുന്നത് പോലെ എവിടെയെത്തി നിർവൃതി അടയുന്നു. വിവിധത്വമാർന്ന ജീവജാലങ്ങളുടെ ഏകത്വം ഗ്രഹിക്കുകയും അതുമായി തൻ്റെ ആത്മാവിനെ താതാത്മ്യം പ്രാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരുവന് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാനുഭവത്തിൻ്റെ ആത്മാനുഭൂതി കൈവരിക്കാൻ കഴിയുന്നു. വിളക്കുകൾ വിവിധ രീതിയിലാണെങ്കിലും അവ ചൊരിയുന്ന പ്രകാശം ഒന്ന് തന്നെയാണ്. അതുപോലെ ഏകമായ പരമാത്മാവ് എല്ലായിടത്തും വസിക്കുന്നു. എല്ലാ സൂക്ഷ്മജാലങ്ങളിലും ഏകത്വം ദർശിക്കാൻ കഴിയുന്ന ഒരുവൻ ജനന മരണങ്ങളുടെ പിടിയിൽപ്പെട്ട് ഉഴലാൻ ഇടവരികയില്ല. അതുകൊണ്ടാണ്
ജീവിതത്തിൽ സമദർശിത്വം സ്ഥായിയായി പാലിക്കുന്നവൻ ഭാഗ്യദേവതയുടെ പ്രീതിഭാജനമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഞാൻ അവനെ ശ്ലാഘിക്കുന്നത്. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യഃ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. ദേഹേന്ദ്രിയാദിരൂപമായി പരിണമിക്കുന്ന പ്രകൃതി തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് കർമ്മങ്ങളുടെ കർത്താവല്ലെന്നും, അതായത് ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും ഏവൻ കാണുന്നുവോ അല്ലെങ്കിൽ അറിയുന്നുവോ അവൻ പരമാർത്ഥം കാണുന്നു. ബുദ്ധി, മനസ്സ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയുടെ കർത്തൃത്വത്തിലൂടെ പ്രകൃതിയാണ് എല്ലാ കർമ്മങ്ങളും പ്രവർത്തിപ്പിക്കുന്നതെന്ന് വിജ്ഞാനികൾ മനസ്സിലാക്കുന്നു. ഒരു ഗൃഹത്തിലെ അധിവാസികളെല്ലാം വീട്ടിനുള്ളിൽ കർമ്മനിരതരായിരിക്കുമ്പോഴും വീട് പ്രവർത്തനരഹിതമായിരിക്കുന്നു. ആകാശത്തിൽ മേഘങ്ങൾ ഓടി നടക്കുമ്പോഴും ആകാശം നിഷ്ക്രിയമായിരിക്കുന്നു. ഇതുപോലെ ആത്മാവിൻ്റെ പ്രകാശമേറ്റ് പ്രകൃതി സംസാരലീലകൾ ആടുന്നു. അപ്പോഴൊക്കെ ആത്മാവ് ഒരു തൂണുപോലെ നിശ്ചലമായി നിൽക്കുന്നു. അധ്യാത്മജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട് പ്രകൃതിയുടെ ലീലകൾ മനസ്സിലാക്കുകയും ആത്മാവ് അകർത്താവാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരുവൻ പരമാത്മാവിനെ ദർശിക്കുന്നു.